ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി മസാല ചട്നിയാണ്. നമ്മുടെ മസാല ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങ, 2 കുഞ്ഞു ഉള്ളി, പിന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി, കറിവേപ്പില, 1 സ്പൂൺ മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ മസാല ചട്നി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതവിടെ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതവിടെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഉള്ളിയാണ് ഇതിൽ ഇട്ട് കൊടുത്തത്. ഈ ഉള്ളി ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതവിടെ നമ്മൾ ഉള്ളിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നില്ല, നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടാം. ഇനി നമുക്കിതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഈ പരുവായി നമുക്കിതിലേക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമണമൊക്കെ മാറി വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം അരച്ചെടുത്തിട്ട്. അപ്പോൾ ഇതേവിടെ ഞാൻ നമ്മുടെ ചട്നിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് വറക്കണം. അപ്പോൾ നമുക്കിനി കടുക് വറക്കാം. എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ അഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിത് നമ്മുടെ ചട്നിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ചട്നിയുടെ ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കണം. ഇത് നമുക്ക് എന്തിൻ്റെ ഒപ്പം കഴിക്കാം, ഇഡ്ഡലി, ദോശ, പുട്ട് എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആളിനും എനേബിൾ ചെയ്യണം. അടുത്ത നല്ലൊരു ബൈ.